വേണ്ടത്ര ഫലിക്കാതെ പോകും. ഉഴവൽ വേണ്ടുന്ന ഗുണം തരാതെ പോകും. കാളകളുടെ സ്പെഷ്യലൈസേഷനാണ് ഇവിടെ വ്യക്തമാകുന്നത്. മഴയും വയലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പറയാതെ അറിയാവുന്നതാണ്. മഴയില്ലെങ്കിൽ പാടമില്ല, കൃഷിയില്ല, വിളവില്ല. അതുകൊണ്ട് തന്നെ മഴ കർഷകന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയോ ആഹ്ലാദമോ ഒക്കെയാണ്. അനേകം പാട്ടുകളിൽ ഈ മട്ടിൽ മഴ കടന്നു വരുന്നത് കാണാനുണ്ട്. മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, പൂട്ടി ഒരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ, കോമല ചെന്തിലമാല ചെറു കണ്ണമ്മ കാളി കറമ്പി, ചാത്ത ചടയമാരായ ചെറുമച്ചികളെല്ലാരും വന്നേ. അവർ വന്നതും കണ്ടത്തിൽ നിരന്നതും ഒപ്പത്തിൽ നട്ട് കരയേറുന്നതുമൊക്കെ ഈ പാട്ടിൽ വർണ്ണിക്കുന്നു. മറ്റൊരു പാട്ട്. ഇന്നലെ ഏനൊരു ചൊപ്പനം കണ്ടേ, പാള പയിത്തു ചണങ്കോടെ വീണേ, ഏനുമെന്റെ അളിയനും കളികാമ്മാൻ പോയേ, അവിടെ വെച്ചളിയനെ വേമൂക്കം തൊട്ടേ. അങ്ങനെ നീളുന്ന പാട്ട് അവിടെ നിന്റെ അളിയനെ തെക്കോട്ടെടുത്തേ, തെക്ക് വടക്കായി കുയ്യങ്ങ് വെട്ടി, അവിടെ നിന്റെ അളിയനെ കുയിലും വെച്ചേ എന്നവസാനിക്കുന്നു. ഇവിടെ അവതരിപ്പിച്ച പാട്ടുകളോ മറ്റുള്ള പാട്ടുകളോ എടുത്തു പരിശോധിച്ചാൽ വ്യക്തമാകുന്ന വസ്തുതകൾ പലതുണ്ട്. എല്ലാ പാട്ടുകളിലും വസ്തുതാപരമായ ഒരു അടിത്തറയുണ്ടാവും. ഒപ്പം ഭാവനാത്മകമായ ഒരു മേലാപ്പും കാണും. അതോടൊപ്പം ഇത് രണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന സംഗീതാത്മകമായ ഒരു ആലാപന ശൈലി. പല ഗാനങ്ങളും കവിത തുളുമ്പുന്ന വാങ്മയങ്ങൾ തന്നെയാണ്. ചിലതിൽ കാവ്യാംശം കുറവാണെങ്കിലും ആലാപനത്തിലൂടെ ഹൃദ്യമായി അനുഭവപ്പെടും. എങ്കിലും ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റൂ. ഇന്ന് ഈ ഗാനങ്ങൾ കൃഷിയുമായോ കൃഷിയിടങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്തവർ വരെ ഏറ്റുപാടുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രഥമ ദൗത്യം അന്യരെ രസിപ്പിക്കുകയായിരുന്നില്ല എന്ന കാര്യം. കൃഷിനിലങ്ങളിലെ വിരസവും ആയാസകരവുമായ ജോലികൾക്കിടയ്ക്ക് സ്വയം ഒരു ഇളവ്, അതായിരുന്നു ഈ ഗാനങ്ങളുടെ ദൗത്യം. കാർഷിക വൃത്തിയുടെ വയൽച്ചൂരിന്റെ ചൊരുക്ക് മാറ്റാനുള്ള ഒരു സ്വയം മറക്കൽ തന്ത്രം. അതാണ് കൃഷിപ്പാട്ടുകളുടെ നിരുത്തം. കൃഷിപ്പണിക്കാർ പകൽ മാത്രം പണിയുമ്പോൾ വെള്ളം തേകുന്നവരും കാവൽ നോക്കുന്നവരും രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ തൊഴിലിൽ വ്യാപൃതരാവുകയാണ്. അതുണ്ടാക്കുന്നത് ആയാസമല്ല, വൈരസ്യമാണ്. ആ വൈരസ്യത്തിന്റെയും മറുമരുന്നാണ് ഈ പാട്ടുകൾ. രാവിന്റെ മധ്യയാമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന തേക്കുപാട്ടുകളെ കുറിച്ച് പലരും എഴുതിയിരുന്നു. അതൊരാനന്ദമായിരുന്നു. അന്ന് കൃഷിക്ക് ഒരാഘോഷത്തിന്റെ കൂടി പകിട്ടുണ്ടായിരുന്നു. കരയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും നേരിട്ടും പരോക്ഷമായും ബന്ധപ്പെടുത്തുന്ന മട്ടിലുള്ള പങ്കാളിത്ത സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ കൃഷിക്കാർക്കപ്പുറമുള്ള ഒരു ജനതയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് കൃഷി യന്ത്രവൽകൃതമായിരിക്കുന്നു. അത് തെറ്റെന്നല്ല, അനിവാര്യം തന്നെയാണ്. എങ്കിലും പാട്ട് അതില്ലാതായി, പാട്ടുകാരും ഇല്ലാതായി. എന്നിട്ടും ഏതോ ഒരു പൂർവ്വ സൗഭാഗ്യം പോലെ ചിലർ എങ്ങോ പാടുന്നു. അത് കേൾക്കുന്നുണ്ടോ? അതിനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അറിയുക, അതൊരു സംസ്കാരത്തിന്റെ കാലത്തിന്റെ ഉദ്ഘോഷങ്ങളാണെന്ന്. ഇനിയൊരു പ്രഭാതത്തിൽ ആ പാട്ടുകൾ ചിലപ്പോൾ മൺമറഞ്ഞു പോയേക്കാം. അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ മനസ്സിൽ വെച്ച് ഓമനിക്കാൻ ഇതാ ആ പൈതൃക ഗീതികൾ. മണ്ണിന്റെ നുകച്ചാലിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാകാത്ത കാവ്യപ്രവാഹിനികൾ, കൃഷിയുടെ നാടൻ ആലാപനധാരകൾ.